ഹലോ കൂട്ടുകാരെ, എച്ചൻ്റെ വ്ളോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയായിട്ടാണ്. ഇപ്പം മാങ്ങാക്കാലാണല്ലോ, അന്നേരം മാമ്പഴം ഉണ്ടാക്കിയേക്കാം, മാമ്പഴക്കറി ഉണ്ടാക്കിയേക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് 2-3 മാങ്ങ കിട്ടി. ഞാൻ അതിനായിട്ട് കുറച്ച് 5 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് നല്ല എളുപ്പം തന്നെ ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. 5 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതാണ്, നല്ല വൃത്തിയാക്കി എടുത്തത് മാങ്ങയാണ്. വലിയ മധുരം ഇല്ലാത്ത മാങ്ങയാണ്. മധുരമുള്ള മാങ്ങയായിരുന്നെങ്കിൽ ഞങ്ങൾ പുളി തിന്നേനെ, പക്ഷേ മധുരം കുറവായിരുന്നു കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം ഇട്ട്, പിന്നെ കുറച്ച് കരിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നമ്മൾ മോരിന് കൂട്ടുന്ന പോലെ തന്നെ എല്ലാ സാധനങ്ങളും അതിൽ ചേർക്കണം. സാധാരണ കൈകൊണ്ട് ആ മാങ്ങ അങ്ങോട്ട് പിഴിഞ്ഞുടച്ച് വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. എനിക്കത് വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി എൻ്റെ രീതിയിൽ ഞാൻ വെക്കുന്നത്. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അന്നേരം ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി അത് ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലായിടത്തും ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നാലേ ഉള്ളൂ അതിൻ്റെ അകത്തുനിന്ന് മാങ്ങയുടെ സത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങിക്കിട്ടുള്ളൂ കേട്ടോ. അന്നേരം നന്നായിട്ട് വേകുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് മാങ്ങയിൽ നിന്ന് മധുരവും പുളിയൊക്കെ ഇറങ്ങും. അതിന് കുറച്ച് ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും ഇത്തിരി വെള്ളവും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അത് ഇങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ അരപ്പ് ഇത് നന്നായിട്ട് തിളച്ച് നല്ല പാകമായിട്ടുണ്ട്. ഇതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. കണ്ടോ, മാങ്ങയിൽ നിന്നൊക്കെ ഇത് മാറി മാങ്ങയുടെ കളറായ വെള്ളത്തിന് നല്ല ആ മാങ്ങയുടെ കളറ് മാങ്ങയ്ക്ക് ആ മഞ്ഞളിൻ്റെ കളറും ആയിട്ടുണ്ട്. നന്നായിട്ട് ആ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം. ഈ അരപ്പിൻ്റെ അകത്ത് ഞാൻ തൈരും കൂടി ചേർത്താണ് അരപ്പ് അരച്ചിരിക്കുന്നത്. ഇനി കുറച്ച് തൈരും കൂടി മിച്ചം ഉണ്ടായിരുന്നു. ആ തൈരും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. തൈരിട്ട് വെള്ളത്തിന് പകരം തൈരൊഴിച്ച് അടിച്ചെടുത്താലാണ് നല്ല ടേസ്റ്റായിരിക്കും. കുറുകി കിട്ടും. നമുക്കിങ്ങനെ പുളിശ്ശേരി കാളനൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. പിന്നെ ബാക്കിയിരുന്ന തൈരും കൂടി ആ മിക്സിയിലിട്ടൊന്ന് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി. ഇനി ഒരു വരാനേ പറ്റുള്ളൂ, അതിൽ കൂടുതൽ തിളച്ച് പോകരുത്. അന്നേരം നമ്മൾ സിമ്മ് കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അന്നേരം വരും. നന്നായിട്ട് തിളയൊക്കെ വന്ന് കഴിയുമ്പം ചെറുതായിട്ട് വരുമ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം. അന്നേരം ഇളക്കിക്കൊണ്ട് പെട്ടെന്ന് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കുറച്ച് ഞാൻ ഇത്തിരി ഇതിൻ്റെ ഇടയിൽ കാണിച്ചില്ലെന്നേ ഉള്ളൂ, കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത്. ഇനി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പുളി കുറവാണ്, മധുരം കുറവാണ്, അതുകൊണ്ട് ഞാൻ ശകലം പഞ്ചസാരയും കൂടി ചേർത്തായിരുന്നു. ഇപ്പം ഇത്തിരി നോക്കിയപ്പോൾ ഇത്തിരിയും കൂടി ഉപ്പിൻ്റെ കുറവുണ്ട്. അന്നേരം ഉപ്പ് കൂടി കുറച്ചും കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കണക്കണ്ട ഇങ്ങനെ വരുന്നത്. ആ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് നിർത്തിയില്ല, ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് കുറച്ച് ഇളക്കുമ്പോൾ ഇങ്ങനെ പത വന്നതില്ലേ അതൊന്ന് നിൽക്കും. അങ്ങനെ കുറച്ച് നേരം കാണിച്ചതിന് ശേഷമേ ഞാനത് ഓഫാക്കുള്ളൂ. കണ്ട, ഇനിയിപ്പോൾ ഞാനത് അങ്ങോട്ട് ഓഫാക്കി. പിന്നെ ഒരു പാനിൻ്റെ രീതികളൊക്കെ ശോകമാണ് കേട്ടോ കൂട്ടുകാരെ. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉലുവായും കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഞാൻ സാധാരണ ചുമന്നുള്ളിയാണ് ഉപയോഗിക്കുന്നത്. ചുമന്നുള്ളി, വറ്റൽമുളക് അതെല്ലാം ചേർത്ത് വേണം കടുക് പൊട്ടിക്കാനായിട്ട്. നേരം ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോളയാണ് എടുത്തിരിക്കുന്നത്, വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കരിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത്. വറ്റൽമുളകും ഇല്ലായിരുന്നു, വറ്റൽമുളകും വേണമെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ പൊട്ടിച്ചിടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അത് മൂത്ത് വന്നു കഴിയുമ്പോൾ അന്നേരം നമ്മുടെ ഒരു സ്പൂൺ വേണ്ട, ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും കൂടി അതിലേക്ക് ചേർക്കണം. അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനെ മഞ്ഞച്ചിരിക്കാതെ ഒരു നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആ മുളക് പൊടിയും കൂടി
ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മൊരിയണം. ഈ സവോളയൊക്കെ നന്നായി വാടിയതിന് ശേഷം വേണം ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇടുക. എന്നിട്ട് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന മാമ്പഴക്കറിയിലേക്ക് പുളിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കണം. അത് സാധാരണ ഇളക്കാതെ തന്നെ പതിയെ നമ്മൾ കോരിയെടുക്കുമ്പോൾ അതെല്ലായിടത്തോട്ടും ആയിക്കോളും. നല്ല ഭംഗിയായിരിക്കും. ചെറുതായിട്ട് ആ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ കടുക് താളിക്കുമ്പം ചേർത്ത ആ മഞ്ഞക്കറികൾക്കെല്ലാം അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് അസാധ്യ ടേസ്റ്റാണ്. വേറെ കറിയൊന്നും വേണ്ട. സിമ്പിളാണ്. ഈ മാങ്ങയൊന്നും വേവേണ്ട താമസമേ ഉള്ളൂ. അന്നേരം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കുറേ നാളായി വീഡിയോയൊക്കെ ഇട്ടിട്ട്, അന്നേരം പിന്നെ ഞാൻ ഓർത്ത് കുറച്ച് നാൾ ഗ്യാപ്പിട്ടായിരുന്നു വീഡിയോയ്ക്ക് വേണ്ടി. അന്നേരം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ 2 മാങ്ങയുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോഴേക്കും ബൈ.